ഹായ് ഓൾ. ഇൻട്രസ്റ്റ് പർച്ചേസ് ഇൻട്രസ്റ്റ് പർച്ചേസ് എന്നുള്ള ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ഇൻട്രസ്റ്റ് പർച്ചേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയററ്റിക്കൽ ആസ്പെക്റ്റും പ്രാക്ടിക്കൽ ആസ്പെക്റ്റും നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് നാം കാണാൻ പോകുന്നത് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയററ്റിക്കൽ ആസ്പെക്റ്റും പ്രോബ്ലവും. ഇൻട്രസ്റ്റിൽ നിന്നൊരു ചെറിയ വേരിയേഷൻ മാത്രമേ ഈ ഇൻട്രസ്റ്റിൽ പറയാനുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ സംസാരിച്ചിരുന്നു. കം ആൻഡ് എക്സ്. കം എന്ന് പറഞ്ഞാൽ വിത്ത് ഇൻട്രസ്റ്റ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ഒരു ബയറായ വ്യക്തിയാവാം, സ്ഥാപനമാവാം, അവർ വാങ്ങുന്ന അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി കൊടുക്കുന്ന കൊട്ടേഷൻ പ്രൈസിൻ്റെ അകത്ത്, ഓഫർ പ്രൈസിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്ന ഓഫർ പ്രൈസിൻ്റെ അകത്ത് കേവലം അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ മാത്രമേ ഉള്ളൂ. ഇൻട്രസ്റ്റ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് അല്ല, എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡ് എന്ന് വേണമെങ്കിൽ പറയാം, എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇന്നലത്തെ പ്രോബ്ലത്തിൽ നാം കണ്ടിരുന്നു, ഫസ്റ്റ് മാർച്ചിൽ ഇന്നലത്തെ പ്രോബ്ലത്തിലൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കാം. ഫസ്റ്റ് മാർച്ചിൽ ഈ പറയുന്ന കമ്പനി, ഏതൊരു കമ്പനിയാണ്, സൂര്യ ബുക്സ് എന്ന് പറയുന്ന കമ്പനി അല്ലേ, ഫസ്റ്റ് മാർച്ചിൽ 3000 ഗവൺമെൻറ് ബോണ്ട് 96 റുപ്പീസിന് ഇൻട്രസ്റ്റിൽ വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ, വിത്ത് ഇൻട്രസ്റ്റോട് കൂടി വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ 3000 ഇൻറ്റു 96 എന്ന് പറയുന്നത് 2,88,000 ആയിരുന്നു, അല്ലയോ? നമ്മൾ ഫസ്റ്റ് എൻട്രി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇവിടെ ഒരു വേരിയേഷൻ ഉള്ളൂ. ഇവിടെ ഇന്നലെ നാം ചെയ്തത് ആ ലഭ്യമായിരുന്ന 2,88,000 എന്ന് പറയുന്ന ഈ സംഖ്യ, നമ്മൾ കൊടുത്ത തുക, ഓഫർ പ്രൈസ് എന്ന് പറയുന്നത്, അതിൽ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടി ചേരുന്ന ഫിഗറാണ് 2,88,000 എന്ന് പറയുന്നത്. ടു ബി സ്പെസിഫിക്, 2,88,000 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത ഓഫർ പ്രൈസ് എന്ന് പറയുന്നതിനുള്ളിൽ ഇൻട്രസ്റ്റും കൂടി ഉണ്ടായിരുന്നു. അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചെറിയ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റ് ആയി. അതിൻ്റെ അർത്ഥം ഇവിടെ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പോഴത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലമാണ്. ഇവിടെ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് സെയിം പ്രോബ്ലം തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഓൺ 1st March 2016, Jaya Finance Limited purchased 3,012% government bonds of rupees 100 each at 96 each ex interest. Jaya Finance Limited എന്ന് പറയുന്ന കമ്പനി മാർച്ച് മാസം 1-ാം തീയതി 3000 ഡിബഞ്ചർ, 100 രൂപയോ വിലയുള്ള 3000 ഡിബഞ്ചർ 96 രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നു. ബാക്കിയെല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇന്നലത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആണ് പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏക കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, ആക്ച്വലി പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ 96 ഇൻറ്റു 3000, 2,88,000 ആണ് ആക്ച്വലായിട്ട് കൊടുത്തിരിക്കുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ആക്ച്വൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 2,88,000 തന്നെയാണ്. പക്ഷെ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ഈ പറയുന്ന വേർഡിലാണ് വ്യത്യാസം കിടക്കുന്നത്. ഇൻട്രസ്റ്റ്, അതായത് 2,88,000 കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തുക പോലും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ
ഇന്നലത്തെ പ്രോബ്ലത്തിൽ നിന്നുള്ള ഏക വേരിയേഷൻ എന്ന് പറയുന്നത്, ഇന്നലെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൻ്റെ അകത്തു നിന്നുള്ള ഏക വേരിയേഷൻ എന്ന് പറയുന്നത് ടു ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ നമ്മളിവിടെ ഇന്നലെ ഒരു സ്പ്ലിറ്റപ്പ് ചെയ്ത് കാണിച്ചു അല്ലേ. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അല്ലേ, ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ ആൻസറിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മൾ നോക്കുമല്ലോ അല്ലേ. ഇന്നലത്തെ നോക്കിക്കേ, ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. 2,80,000 ആയിരുന്നു കിടന്നിരുന്നത്. അതിനെ നമ്മൾ ഇൻട്രസ്റ്റും കൂടെ അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ആ ഇൻട്രസ്റ്റ് അതിൽ നിന്ന് ഒഴിവാക്കിയ എമൗണ്ട് നമ്മൾ പ്രിൻസിപ്പൽ കോളത്തിൽ എഴുതി, ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കോളത്തിൽ കാണിക്കുകയും ചെയ്തു. ടോട്ടൽ 2,88,000-നകത്താണ് നമ്മൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയത്. പക്ഷേ എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പ്രോബ്ലം കുറേ കൂടെ സിമ്പിളാണ്. എക്സ് ഇൻട്രസ്റ്റിനകത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നമ്മൾ നേരെ പ്രിൻസിപ്പൽ കോളത്തിലായിട്ട് കാണിച്ചാൽ മാത്രം മതി. 2,88,000 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കോളത്തിൽ കാണിച്ചാൽ മാത്രം മതി. പിന്നീട് നമ്മൾ 2 മാസത്തെ ഇൻട്രസ്റ്റ്, സെയിം പ്രോബ്ലം തന്നെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മാർച്ചിലാണ് ഇവിടെ പ്രോബ്ലത്തിൽ മാർച്ചിലാണ് പർച്ചേസ് നടക്കുന്നത്. സോ ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും ഇൻട്രസ്റ്റ് ഇൻകം അതിൻ്റെ അകത്ത് ലഭിക്കുമെന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ആ 2 മാസത്തെ ഇൻട്രസ്റ്റ് 6,000 രൂപ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീണ്ടും ഇൻട്രസ്റ്റ് കോളത്തിൽ കാണിക്കുന്നു. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കം ഇൻട്രസ്റ്റ് പർച്ചേസിൽ നിന്നും വിഭിന്നമായി എക്സ് ഇൻട്രസ്റ്റ് പർച്ചേസിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ സ്പ്ലിറ്റപ്പ് ചെയ്ത വാല്യൂ കാണിക്കേണ്ട കാര്യമില്ല. 96 ഇൻറ്റു 3,000 എന്ന് പറയുന്ന ഫിഗർ, 2,88,000 എന്ന് പറയുന്ന ഫിഗർ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് നമുക്ക് ഈ പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് കോളത്തിലിട്ട് ആ എമൗണ്ട് കാണിച്ചാൽ മാത്രം മതി. ബാക്കി സെപ്പറേറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് 6,000 നമ്മൾ ഇൻട്രസ്റ്റ് കോളത്തിലിട്ട് കാണിക്കുന്നു. ഇതാണ് ഇതിനുള്ള ഏക വ്യത്യാസം. കം ഇൻട്രസ്റ്റിൽ നിന്നുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ നമുക്കൊരു സ്പ്ലിറ്റപ്പിൻ്റെ ആവശ്യകത ഇല്ല. ബാക്കിയുള്ള ട്രാൻസാക്ഷൻസുകളെല്ലാം പതിവ് പോലെ ആവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ആ 6-ാമത്തെ മാസത്തിൽ ജൂണിലെ ലാസ്റ്റ് ഡേയിലെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നതിനെക്കുറിച്ചും ഡിസംബറിൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നതിനെക്കുറിച്ചും നമുക്കത് കാണിച്ചാൽ മാത്രം മതി. അവസാനം അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. നോമിനൽ വാല്യൂ 3 ലക്ഷമാണ് ഇവിടെ കിടക്കുന്നത്. 3 ലക്ഷം താഴോട്ട് ഇറക്കി എഴുതുന്നു, ഇവിടെ ഇറക്കി എഴുതുന്നു, ബാലൻസ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അടുത്തത് 2,88,000 ആണ്, താഴോട്ട് ഇറക്കി എഴുതുന്നു, 2,88,000 താഴോട്ട് ഇറക്കി എഴുതുന്നു, 900 താഴോട്ട് ഇറക്കി എഴുതുന്നു, ഇവിടെ കൊണ്ടുവരുന്നു, അതിൻ്റെ ബാലൻസ് ഇവിടെ കാണിക്കുന്നു. ഇനി ഇവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ 2 തവണത്തെ ഇൻട്രസ്റ്റ് ആണ്, 18 36 താഴോട്ട് ഇറക്കി എഴുതുന്നു. ഇവിടെ 6,000 രൂപ ഇൻട്രസ്റ്റ് കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് ബാക്കി പോകുന്ന പൈസ നേരെ PL അക്കൗണ്ടിട്ട് 30,000 പോകുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയായിട്ട് പോകുന്നു. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഇല്ല. പകരം ഒന്നിച്ചങ്ങ് എഴുതി അതിനുശേഷം സെപ്പറേറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ എക്സ് ഇൻട്രസ്റ്റിനെ കുറിച്ചുള്ള തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. വെൻ സെക്യൂരിറ്റീസ് ആർ പർച്ചേസ്ഡ് എക്സ് ഇൻട്രസ്റ്റ്, the quotation price does not contain any accrued interest. ആ വേർഡ് നിങ്ങൾ മനസ്സിലായി ചെയ്തേക്കണം. does not contain any accrued interest. The seller will get quotation price plus accrued interest. The investment account will be debited with the quotation price plus brokerage if any. അപ്പം ഇവിടെ സെല്ലറിൻ്റെ കൊട്ടേഷൻ പ്രൈസിൻ്റെ അകത്ത് കൊട്ടേഷൻ പ്രൈസ് കൂടാതെ ഇൻട്രസ്റ്റ് ഇൻകവും കൂടെ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഇൻട്രസ്റ്റ് അക്കൗണ്ട് വിൽ ബി ഡെബിറ്റഡ് വിത്ത് അക്രൂഡ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് അക്കൗണ്ടിൻ്റെ അകത്ത് ഈ പറയുന്ന അക്രൂഡ് ഇൻട്രസ്റ്റ് കൂടെ വെച്ച് ഡെബിറ്റ് ചെയ്യുന്നതായിരിക്കും. ബാക്കി നമ്മളെല്ലാം ചെയ്ത കാര്യങ്ങൾ തന്നെ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ജേണൽ നോട്ടീസ് ഇന്നലെ കണ്ടത് തന്നെയായിരിക്കും വീണ്ടും വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന എൻട്രി ഒക്കെ സെയിം തന്നെയായിട്ടാണ് പോകുന്നത്. നമ്മൾ ഏക വ്യത്യാസം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, വൈൻഡപ്പ് ചെയ്യുകയാണ്, അധികം ദീർഘിപ്പിക്കുന്നില്ല. ഏക വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളിവിടെ ആ ലഭ്യമാകുന്നത് 3,000 ഇൻറ്റു 96 എന്ന് പറയുന്നത് ലഭ്യമാകുന്ന 2,88,000 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിൽ അതേപടി കാണിച്ചാൽ മാത്രം മതി. അത് സ്പ്ലിറ്റപ്പ് ചെയ്ത് കാണിക്കേണ്ട കാര്യമല്ല, കാരണം അത് എക്സ്ക്ലൂസീവാണ്, അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഇല്ല. സോ നമ്മൾ ആ ഇൻട്രസ്റ്റ് വേറെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്ത് കാണിച്ചാൽ മതി. ഇതാണ് എക്സ് ഇൻട്രസ്റ്റ്
ഇൻട്രസ്റ്റ് പർച്ചേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക.